നമസ്കാരം. ജീവിതത്തിൽ ഓരോ പ്രതീക്ഷയാലാണ് ജീവിതം മുൻപോട്ട് പോകുന്നത്. ഓരോ സൂര്യോദയവും ഓരോ പുതിയ അവസരങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് അതിനാൽ ദുഃഖിക്കാതെ വരാൻ പോകുന്ന സമയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വലിയ ഭാഗം തന്നെയാണ് വിശ്വാസം. വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് ആചാര്യൻ ചാണക്യൻ പോലും പരാമർശിച്ചിട്ടുള്ളതാകുന്നു. ഈശ്വര വിശ്വാസം എന്ന് തന്നെയല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തമായ വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യം തന്നെയാകുന്നു. അതിനാൽ ജീവിതത്തിൽ ഒട്ടുമിക്കവരും പ്രാർത്ഥിക്കുന്നവരും നിത്യവും അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഈ സമയം ചില വാക്കുകൾ നാം പറയുന്നത് അതീവ ദോഷകരമാകുന്നു. നമ്മുടെ പ്രാർത്ഥന പോലും ഫലിക്കാതിരിക്കുന്നതിന് അത് കാരണമായി തീരും. പലരും നിത്യവും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ആ പ്രാർത്ഥന ഫലിക്കാത്തതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതുമാകാം. അതിനാൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവരുടെ ഭാഗ്യം തട്ടിയെടുക്കുവാൻ വേണ്ടി പലരും പല അവസരങ്ങളിലും പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യരുത് എന്നാണ് പറയുക. അർഹമായ സമയം അർഹമായ രീതിയിൽ നമുക്കായിട്ടുള്ളത് എല്ലാം തന്നെ, അതായത് നമ്മുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഗുണാനുഭവങ്ങളും ഭാഗ്യവും നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. നാം വാശി പിടിച്ച് എന്തെങ്കിലും കാര്യം നടത്തിയെടുത്താൽ ഇതിലൂടെ വലിയ ദോഷം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, അഥവാ നമ്മളിൽ വന്നു ചേരുക. ഇതിനാൽ ശരിയായ സമയത്ത് മാത്രം ലഭിക്കുന്ന ഗുണാനുഭവങ്ങൾ ഇരട്ടിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ നാം സ്വപ്നം കാണുന്നതിനും അപ്പുറം നമ്മളിലേക്ക് ഓരോ കാര്യങ്ങളും വന്ന് ചേരുന്നതാകുന്നു. ഇത് പലരുടെയും അനുഭവം തന്നെയാണ് എന്നതും വാസ്തവമാണ്. പലപ്പോഴും പലരും പല കാര്യങ്ങളും വില പേശുന്നവരാകുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ദേവിക്ക് അഥവാ ഭഗവാന്റെ സ്വന്തം തന്നെയാണ്, ഈശ്വരന്റെയാണ് എല്ലാം. ഇതിനാൽ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതിനാൽ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഒരിക്കലും ഭഗവാനോട് അല്ലെങ്കിൽ ഈശ്വരനോട് ദേവിയോട് വില പേശാൻ പാടുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യം നടന്നാൽ ഇത് ചെയ്യാം എന്ന് പറയരുത്. മറിച്ച് പ്രാർത്ഥന ഫലിച്ചതിനാൽ സന്തോഷത്തോടെ ആ വഴിപാട് എന്തെങ്കിലും വസ്തു സമർപ്പിക്കുന്നത് ശുഭകരമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഏവരും ഓർക്കുക. പലപ്പോഴും മനസ്സിൽ അസൂയയാലും ദുഷ്ചിന്തകളാലും നിറഞ്ഞ് പലരും പ്രാർത്ഥിക്കുന്നവരാകുന്നു. പ്രധാനമായും പറയുന്നത് ഏകാഗ്രത നഷ്ടമാകും എന്നാണ്. ഏകാഗ്രത ഇല്ലാതെ എത്ര തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും വിചാരിച്ച ഫലം ലഭിക്കണം എന്നില്ല. നെഗറ്റീവ് ചിന്തകളോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജമാണ് ഇരട്ടിക്കുക. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇരട്ടിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ ഇതിനൊരിക്കലും നിങ്ങൾ വഴിയൊരുക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത് എന്ന കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. പലപ്പോഴും പല പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോഴും ആ പരിഹാരം മാത്രം പോരാ കാര്യം നടക്കാൻ. നമ്മുടെ കഠിനാധ്വാനം കൂടി നാം നൽകിയാൽ മാത്രമേ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അർഹമായ വിജയങ്ങൾ വന്നു ചേരൂ. നമുക്ക് സ്വയം ചെയ്യുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ഒരിക്കലും നമുക്ക് നടന്നു കിട്ടാൻ പ്രാർത്ഥിക്കരുത്. മറിച്ച് ആ കാര്യം ശരിയായി ചെയ്യുവാൻ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ നൽകണം എന്ന് പറയാവുന്നതാണ്. ഈ കാര്യം ഗുണാനുഭവങ്ങൾ, അതായത് ഈ കാര്യങ്ങളാൽ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഗുണാനുഭവങ്ങൾ ഇരട്ടിക്കുന്നതിനായി പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൽ തെറ്റില്ല. എന്നാൽ നാം കാലെടുത്ത് വച്ചാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാൻ പാടൂ. ആ കാര്യം നാം എപ്പോഴും തിരിച്ചറിയേണ്ടതാകുന്നു. നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചെറിയ കാര്യങ്ങൾ അത് നാം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇഷ്ടദേവതയ്ക്ക് മുൻപിൽ പലപ്പോഴും മന്ത്രങ്ങൾ പോലും ജപിക്കാൻ മറന്ന് പോകുന്നതാണ്. അതിനാൽ പലരും
ക്ഷേത്ര ദർശന വേളയിലോ പ്രാർത്ഥിക്കുമ്പോഴോ പല കാര്യങ്ങളും മറന്ന് പോകുന്നതാണ്. എന്നാൽ ഇതിൽ വിഷമിക്കരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഞാൻ എന്തുകൊണ്ട് മറന്നുപോയി എന്നാലോചിച്ച് പലരും ക്ഷേത്രനടയിൽ തന്നെ വിഷമിക്കുന്നതാണ്. എന്നാൽ അത്തരത്തിൽ പാടുള്ളതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച ആ കാര്യം ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാം ദേവതയിൽ സമർപ്പിക്കുക. നാം തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം അച്ചിട്ടാണ്. ഇനി ചില വാക്കുകൾ നാം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഈ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധ നിങ്ങൾ പുലർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുക നഷ്ടങ്ങൾ മാത്രമാണ്. അതിനാൽ ആ വാക്കുകൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി പ്രാർത്ഥിക്കില്ല, ഇനി ദർശനത്തിനായി വരില്ല, ഇത്തരം കാര്യങ്ങൾ പലരും പറയുന്നതാണ്. ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാകുന്നു. എന്നാൽ ഒരു ദേഷ്യത്തിന് ഇത്തരത്തിൽ പറഞ്ഞാൽ ആ വാക്കുകൾ തിരുത്താൻ പറ്റില്ല എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾ ഒരിക്കലും അപ്രകാരം പറയുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ ഇരട്ടിക്കുന്നതിനും നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും കാരണമായി തീരും. വലിയ ദോഷമാണ്. അറിയാതെ പോലും മനസ്സിൽ പോലും ഇത്തരത്തിൽ നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. പിന്നീട് ജീവിതത്തിൽ ഒരു തെറ്റുകളുടെ ഘോഷയാത്ര തന്നെയായിരിക്കും എന്ന് ഓർക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പിഴയ്ക്കും. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ പരാജയങ്ങൾ, നഷ്ടങ്ങൾ സംഭവിക്കാം. അതിനാൽ ഒരിക്കലും ഇത്തരത്തിൽ നിങ്ങൾ പറയുവാൻ പാടുള്ളതല്ല. ഈ വാക്ക് പൂർണ്ണമായും ഉപേക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പണമില്ല, ഭാഗ്യമില്ല എന്നിങ്ങനെ ഒരു കാര്യവും ഇല്ല എന്ന് പ്രാർത്ഥിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ര ശുഭകരമായ ഫലങ്ങൾ നൽകില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ഈ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കുക. ചിലരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ ഉയർച്ച, അത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. ഇത് കാണുമ്പോൾ ചിലർക്ക് അത് താല്പര്യപ്പെടണം എന്നില്ല. കാരണം പലതാകാം. പ്രധാനമായും ശത്രുപക്ഷത്താകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് അവർക്ക് അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കരുത്, ഉയർച്ച ഉണ്ടാകരുത് തുടങ്ങിയ കാര്യങ്ങൾ. ഇത്തരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കത് തിരിച്ചടിക്കും എന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് എങ്കിൽ പോലും, അതായത് അവരുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വരാൻ വേണ്ടിയാണ് എങ്കിൽ പോലും, അത് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലാണ് വന്ന് ഭവിക്കുക. നിങ്ങൾക്കാണ് ദോഷങ്ങൾ വന്നു ചേരുക. തന്മൂലം ജീവിതത്തിൽ ഉയർച്ച പ്രതീക്ഷിച്ച രീതിയിൽ വന്ന് ചേരണം എന്നില്ല. ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. മറ്റു ചില വ്യക്തികൾ ക്ഷേത്രത്തിലെത്തിയാൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. മറ്റു ചില വ്യക്തികൾ ക്ഷേത്രത്തിലെത്തിയാൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന കാര്യമാണ്. ഇത് പല വീഡിയോകളിലൂടെ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അതിനാൽ ഒരിക്കലും ബിംബത്തെ, പ്രതിഷ്ഠയെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമാകും. പ്രസാദം ക്ഷേത്രത്തിന് പുറത്തിറങ്ങി അണിയുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായും നോക്കേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. ഈ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നീട് കടന്നു വരിക ശുഭകരമായ കാര്യങ്ങൾ തന്നെയാണ്. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്.